ഇടുക്കി കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ പ്രതി നിധീഷിന്റെ കുറ്റസമ്മതം. നിധീഷിനൊപ്പം മോഷണക്കേസിൽ പ്രതിയായ വിഷ്ണുവിന്റെ പിതാവിനെയും സഹോദരിയുടെ കുഞ്ഞിനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്നാണ് മൊഴി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കക്കാട്ടുകടയിലെ വീട്ടിൽ ഇന്ന് തന്നെ പരിശോധന നടത്താനാണ് പോലീസിന്റെ നീക്കം. ഇന്ന് ഉച്ചയോടെയാണ് പ്രതി നിധീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയത്. ഇടുക്കി എസ്.പിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. നിധീഷിനൊപ്പം മോഷണക്കേസിൽ പ്രതിയായ വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും വിഷ്ണുവിന്റെ സഹോദരി നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്നാണ് കുറ്റസമ്മതമൊഴി. സഹോദരിയുടെ 4 ദിവസം പ്രായമായ നവജാത ശിശുവിനെ 2016 കട്ടപ്പനയിൽ തന്നെ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലാണ് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയത്. ഇതിനുശേഷം 9 മാസങ്ങൾക്ക് മുമ്പാണ് വിജയനെ കൊലപ്പെടുത്തി കക്കാട്ടുകടയിലെ വീടിനുള്ളിൽ കുഴിച്ചുമൂടിയതെന്നുമാണ് പ്രതിയുടെ കുറ്റസമ്മതം. പ്രതി നിധീഷിനെ കോടതിയിൽ ഹാജരാക്കി പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. പിന്നീട് കക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ച് വിശദമായി തെളിവെടുപ്പ് നടത്തും. ഒപ്പം വീടിനുള്ളിൽ കുഴിച്ചുമൂടിയ മൃതദേഹം ഇന്ന് തന്നെ പുറത്തെടുക്കുന്നതിനും പോലീസ് നീക്കം നടത്തുന്നുണ്ട്. കഴിഞ്ഞ 2-ാം തീയതിയായിരുന്നു മോഷണക്കേസുമായി ബന്ധപ്പെട്ട് വിഷ്ണു വിജയനെയും നിധീഷിനെയും പോലീസ് പിടികൂടിയത്. തുടർന്ന് വിഷ്ണുവിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ വിഷ്ണുവിന്റെ മാതാവിലും സഹോദരിയിലും സംസാരത്തിലുണ്ടായ അസ്വാഭാവികതയും വീട്ടിലെ സാഹചര്യങ്ങളിലും സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണമാണ് ഇരട്ട കൊലപാതക കേസിലേക്ക് എത്തിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.